എങ്ങനെയുണ്ട് നിങ്ങൾ മൂവർ സംഘം പുറത്തിറങ്ങിയിരിക്കുകയാണ്? ശശി ശശികല കാർത്തിയ എങ്ങനെയുണ്ട് പുറത്തു വന്നത്? പുറത്തൊന്നല്ല, ഇനി നമ്മൾ പൊളിക്കാൻ പോകുന്നത് പുറത്തുനിന്ന് ഭയങ്കര ടോപ്പ് 5 എത്തുന്ന ഒരാളായിരുന്നു. നിങ്ങളുടെ മൂന്നുപേരുടെ ഗെയിം പ്ലാൻ പാളിയോ എവിടെയെങ്കിലും? ഞങ്ങൾ ഗെയിം പ്ലാൻ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല. ഞങ്ങൾ ഒരിക്കലും ഒരു പ്ലാൻ ഞങ്ങൾ പൗളിൽ എത്തുമ്പോഴേ നമുക്കൊരു അവിടെ ആരും സംസാരിക്കാനൊന്നും ഇല്ല. ഒരു കെയറിങ് കിട്ടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് വരും. കളിയായാലും കാര്യങ്ങളായാലും അത് ഒരു ചേട്ടന്മാരുടെ ഒരു ഫീലിംഗ് കിട്ടി, അവർക്ക് അനിയത്തിയുടെ ഒരു ഫീൽ കിട്ടി എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ ലാലേട്ടൻ തന്നെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും അങ്ങനെ ഒരു സിസ്റ്റർ ആണല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പോ പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ അറിയണത് ഇങ്ങനെ ഒരു എല്ലാവരും നന്ദൂട്ടൻ എന്നാണ് വിളിക്കുന്നത്. നന്ദൻ ഒരു ഗെയിമിന്റെ ഇടയിലൊക്കെ നന്ദ പറയുന്നത്. എന്തായാലും അവിടെ കണ്ടത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു ബന്ധം തന്നെ. അയ്യോ എന്ത് ചേട്ടാ അങ്ങനെ പറയണം, ഒറിജിനൽ ആയിട്ടുള്ള ബന്ധം. നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരേണ്ട ആവശ്യമൊന്നും. ആ നെഗറ്റീവ് അടിച്ചോ? നെഗറ്റീവ് അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ ഇടയിൽ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി കോമ്പ് കാണാൻ സിജുവേട്ടൻ സായിച്ചേട്ടനോ നന്ദനൊക്കെ പുറത്ത് വരാൻ കാരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒറിജിനൽ നമുക്കറിയാലോ. മലയാളം ബിഗ് ബോസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റന്റ് കുറച്ച് പക്വത പറഞ്ഞായിട്ട് തോന്നി. അല്ല ഞാൻ ചേട്ടാ ഓട്ടോമാറ്റിക് ഞാനിപ്പോൾ പുറത്ത് ഇന്റർവ്യൂക്കാരോട് ചോദിച്ചാൽ ഇന്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ പറയും പുറത്തും ഇങ്ങനെ അകത്തും ഇങ്ങനെ ഞാനില്ല, വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ വ്യത്യാസം എനിക്ക് ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല. സിജോ ടോപ്പ് 5 തന്നെ നിൽക്കേണ്ട ആളാണ്. ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയുന്നുണ്ടായിരുന്നു. ഇന്റർവ്യൂ എടുത്തൊരു ടോപ്പ് 5 സിജോ ചേട്ടൻ്റെ പേരാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആള് ഔട്ടായെന്ന് പറഞ്ഞപ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോഴും അർഹതപ്പെടാത്ത കുറെ പേര് അവിടെ നിൽപ്പുണ്ടോ? ഉണ്ടല്ലേ? പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ല. സിജോനെ കാട്ടി ബെറ്റർ ആയിട്ട് കളിക്കുന്ന ആര് അവിടെ ഉണ്ടോ? സിജോ ചേട്ടൻ ഞാൻ പറഞ്ഞു ടോപ്പ് 5 വരേണ്ട ആളാണ്. അതിന് മുമ്പ് പുറത്താവേണ്ട ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അവരവിടെ നിന്ന് പക്ഷെ അവരുടെ ഫാൻസ് ആയിരിക്കും ആൾക്കാർ അവർ നിർത്തതാണ്. വോട്ടിൻ്റെ അവർ കാണിച്ചില്ല. വോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു 4ാമത്തെ സ്ഥാനം വരെ ഉണ്ടായിരുന്നു. ബുധനാഴ്ച വ്യാഴാഴ്ച ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് മാറി. അർജുൻ്റെ ഈ ആക്ടിങ്ങിൻ്റെ ഇത് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അർജുൻ്റെ വോട്ട് നോറേജിനല്ലേ അർജുൻ അങ്ങനെ നല്ല ആക്റ്റീവ്. ഞാൻ ഡാൻസ് ഒക്കെ ഓടിച്ചു കൊടുത്തിട്ട് ഫുള്ള് പവർ ആളുകൾ. പക്ഷെ എന്നാലും ഗെയിമിൻ്റെ ഇടയിൽ ആള് സെൽഫൊക്കെ നമുക്ക് ഗെയിം കളിക്കുന്ന സമയത്ത് ഗെയിം കളിക്കണമല്ലോ. ആളങ്ങനെ ഗെയിം അങ്ങനെ മറ്റുള്ളവരടുത്ത് അങ്ങനെ എടുക്കാറുണ്ട്. ചില സമയത്ത് പറഞ്ഞ എടുക്കും. എന്തായാലും പാളിച്ച പറ്റിയിട്ടില്ല നിങ്ങളുടെ അവധി അല്ല? ഇല്ല. ഓക്കെ പുറത്തിറങ്ങി പൊളിച്ചെടുക്കുന്ന